യൂത്ത് ലീഗ് ഭാരവാഹികളായി നിയമിതരായതിനു പിന്നാലെ മുൻ ഹരിത നേതാക്കൾക്കെതിരെ കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനവുമായി വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൂർബിന റഷീദ് എത്തിയത് ശ്രദ്ധേയമായി. വിവാദം പാർട്ടിക്കുണ്ടാക്കിയ പരിക്ക് വളരെ ഗുരുതരമായതാണെന്നും ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകരെയും സ്ത്രീവിരുദ്ധരായും വികല കാഴ്ചപ്പാടുകാരായും അവതരിപ്പിച്ച ആ പെൺകുട്ടികൾ ഇപ്പോഴും ഇതെല്ലാം ആ പോരാട്ടത്തിന്റെ ഭാഗമായാണെന്ന് ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. ഫേസ്ബുക്കിലൂടെയായിരുന്നു നൂർബിന റഷീദിന്റെ പ്രതികരണം. കുറിപ്പ് ഇങ്ങനെയാണ്: MSFലും ഹരിതയിലും കുറച്ചു കാലങ്ങൾക്ക് മുൻപ് പാർട്ടി നടപടി നേരിട്ടവരെ ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുകയാണ്. കമ്മീഷനുകൾ വെച്ച് കൃത്യമായ അന്വേഷണം നടത്തി പാർട്ടിക്ക് ബോധ്യമായ സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പാർട്ടി നടപടി കൈക്കൊണ്ടത്. ആ വിവാദം പാർട്ടിക്കുണ്ടാക്കിയ പരിക്ക് വളരെ ഗുരുതരമായതാണ്. ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകരെയും സ്ത്രീവിരുദ്ധരായും വികല കാഴ്ചപ്പാടുകാരായും കോഴിക്കോട്ടെ പ്രസ് ക്ലബിൽ പോയി അവതരിപ്പിച്ച ആ പെൺകുട്ടികൾ ഇപ്പോഴും ഇതെല്ലാം ആ പോരാട്ടത്തിന്റെ ഭാഗമായാണെന്ന് ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. താലിബാൻ ലീഗ് എന്ന തലക്കെട്ടെഴുതി കേരളത്തിലെ മാധ്യമങ്ങൾ കൊഴുപ്പിച്ചെടുത്ത ചർച്ചകൾക്ക് മുന്നിൽ ശിരസ് കുനിക്കേണ്ടി വന്ന ഈ പാർട്ടിയിലെ ലക്ഷക്കണക്കായ പ്രവർത്തകരെ കുറിച്ച് ഇനിയെങ്കിലും അവർ ചിന്തിക്കട്ടെ. പാർട്ടിക്ക് നൽകിയ മാപ്പ് കത്തിന്റെ അടിസ്ഥാനത്തിലും പാർട്ടിയെ ധിക്കരിച്ച് അന്ന് വനിതാ കമ്മീഷന് നൽകിയ കേസ് പിൻവലിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇവർ കടന്നു വന്നിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, മാധ്യമങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ഈ പാർട്ടിയെ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുത്ത നിങ്ങളോട് അന്ന് സ്വന്തം മക്കളെ പോലെയാണ് ആ പ്രവൃത്തികളിൽ നിന്ന് പിന്മാറാൻ നമ്മുടെ നേതാക്കൾ ആവശ്യപ്പെട്ടത്. ഇന്ന് പശ്ചാത്തപിച്ച് നിങ്ങൾ മടങ്ങി വന്നപ്പോഴും സ്വീകരിക്കുന്നത് ആ സാത്വികരായ നേതാക്കൾ സ്വന്തം മക്കളായി കണ്ടതുകൊണ്ടാണ്. ഒരു ഉമ്മയായ ഞാൻ ഏറെ വികാര വായ്പോടെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ തെറ്റ് തിരുത്തി കടന്നു വരുമ്പോൾ എത്ര സ്നേഹത്തോടെയാണ് നമ്മുടെ നേതാക്കൾ ആ കുട്ടികളെ ചേർത്ത് നിർത്തുന്നത്. തലയിലിരിക്കുന്ന ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുകൾ വലിച്ചെറിയാൻ ഇനിയെങ്കിലും അവർക്ക് കഴിയട്ടെ. ഇന്ത്യൻ ജനാധിപത്യത്തിൽ തന്റെ വിശ്വാസവും സ്വത്വവും മുറുകെ പിടിച്ച് മുസ്ലിം സ്ത്രീകൾ രംഗപ്രവേശനം നടത്തിയ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ പോഷക സംഘടനയാണ് വനിതാ ലീഗ്. അടുക്കള ലീഗ് എന്ന് ഈ കുട്ടികളിൽ ചിലർ അന്ന് ആക്ഷേപിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. വളരെ വേദന തോന്നിയ സമയമായിരുന്നു അത്. 30 വർഷങ്ങൾക്ക് മുൻപ് ഈ വനിതാ ലീഗ് പ്രസ്ഥാനത്തിന്റെ സാരഥ്യം പരിശോധിച്ചാൽ കാലഘട്ടത്തിന്റെ ഒഴുക്കിനെതിരെ പോരാടിക്കൊണ്ടാണ് അഭ്യസ്തവിദ്യരായ ഒരുപാട് വനിതകൾ പച്ചക്കൊടിയേന്തി മാതൃസംഘടനയ്ക്ക് കരുത്തേകിയത് എന്ന് കാണാനാകും. മക്കളെ പോറ്റി വളർത്തുന്ന കുടുംബിനികളായ ഇവിടുത്തെ ഉമ്മമാർ അഭിമാനത്തോടെ ഇവിടുത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ എഴുന്നേറ്റ് നിന്നത് വനിതാ ലീഗ് പ്രസ്ഥാനത്തിലൂടെയാണ്. വിദ്യാർത്ഥിനികളായ മുസ്ലിം പെൺകുട്ടികൾ കടന്നു വരേണ്ട അനിവാര്യതയ്ക്ക് വനിതാ ലീഗിന്റെ പങ്ക് കണ്ടില്ല എന്ന് നടിക്കുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് തുല്യമാണ്. ഇസ്ലാമിന് നിരവധി ഹദീസുകൾ നൽകിയ സ്വഹാബത്തുകളെ നിരാകരിച്ചുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളെ ലിബറലിസത്തിലേക്ക് തള്ളിവിടാനായി നിർമ്മിച്ച ആശയമാണ് ഇസ്ലാമിക ഫെമിനിസം. ഈ ആശയം തലയിലുള്ളവർ മുസ്ലിം ലീഗ് ആദർശത്തിന് തന്നെ വിരുദ്ധരാണ്. ഇത്തരത്തിൽ മുസ്ലിം പെൺകുട്ടികൾക്കിടയിൽ ലിബറലിസം പ്രചരിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്കും ഇവർ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നവർ ഫേസ്ബുക്കിൽ കുറിച്ചു. 2 ദിവസം മുൻപാണ് MSF വിദ്യാർത്ഥിനി വിഭാഗമായിരുന്ന ഹരിതയുടെ മുൻ നേതാക്കൾക്ക് യൂത്ത് ലീഗിൽ ഭാരവാഹിത്വം നൽകിയത്. ഹരിത മുൻ സംസ്ഥാന അധ്യക്ഷയും MSF മുൻ ദേശീയ വൈസ് പ്രസിഡന്റുമായ ഫാത്തിമ തഹ്ലിയാണ് പുതിയ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി. ഇതാദ്യമായാണ് യൂത്ത് ലീഗ് നേതൃസ്ഥാനത്തേക്ക് വനിതയെ നിയമിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഹരിതയുടെ നേതാക്കൾക്കെതിരെ നേരത്തെ സ്വീകരിച്ച അച്ചടക്ക നടപടികൾ ആഴ്ചകൾക്ക് മുൻപ് തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം പിൻവലിച്ചിരുന്നു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെതിരെ ഹരിത നേതാക്കൾ നൽകിയ പരാതി ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. ഈ കേസിൽ PK നവാസിന് അനുകൂല നിലപാട് സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേലായിരുന്നു ഹരിത നേതാക്കളെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം. എന്നാൽ ഹരിത നേതാക്കൾക്കൊപ്പം നടപടി നേരിട്ട MSF നേതാക്കളെ തിരിച്ചെടുക്കുന്നതിൽ MSF സംസ്ഥാന നേതൃത്വം കടുത്ത എതിർപ്പാണ് ഉയർത്തിയത്. ഈ എതിർപ്പ് മുസ്ലിം ലീഗ് നേതൃത്വം തള്ളുകയായിരുന്നു.